പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം ഏത്? പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം ഏത്? ഉത്തരം മഞ്ഞ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ആര്? ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ആര്? ഉത്തരം രാജീവ് ഗാന്ധി. ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലത്തെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ് ആര്? ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലത്തെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ് ആര്? ഉത്തരം മഹാരാജ മാണിക്യ ബഹദൂർ. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആര്? അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആര്? ഉത്തരം തോമസ് ജെഫേഴ്സൺ. ഇന്ത്യയിൽ നിലക്കടല ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിൽ നിലക്കടല ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ജൂനാഗഡ്. ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ആസാം. നെൽസൺ മണ്ടേല എത്ര വർഷത്തെ ജയിൽവാസത്തിനു ശേഷമാണ് 1990 മോചിതനായത്? നെൽസൺ മണ്ടേല എത്ര വർഷത്തെ ജയിൽവാസത്തിനു ശേഷമാണ് 1990 മോചിതനായത്? ഉത്തരം 27 വർഷത്തെ. ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കപ്പെട്ട നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കപ്പെട്ട നഗരം ഏത്? ഉത്തരം കറാച്ചി. ഇന്ത്യക്കു വെളിയിൽ വച്ച് അന്തരിച്ച ഏക പ്രധാനമന്ത്രി ആര്? ഇന്ത്യക്ക് വെളിയിൽ വച്ച് അന്തരിച്ച ഏക പ്രധാനമന്ത്രി ആര്? മാവിൻ്റെ ജന്മദേശം ഏതാണ്? മാവിൻ്റെ ജന്മദേശം ഏതാണ്? ഉത്തരം ഇന്ത്യ. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം ആമുഖം. അന്തരീക്ഷം ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും? അന്തരീക്ഷം ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും? ഉത്തരം കറുപ്പ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മിലിട്ടറി പോരാട്ടം ഏതാണ്? അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മിലിട്ടറി പോരാട്ടം ഏതാണ്? ഉത്തരം വിയറ്റ്നാം യുദ്ധം. മുട്ടയിടുന്ന സസ്തനങ്ങളെ സാധാരണമായി കാണപ്പെടുന്ന വൻകര ഏത്? മുട്ടയിടുന്ന സസ്തനങ്ങളെ സാധാരണമായി കാണപ്പെടുന്ന വൻകര ഏത്? ഉത്തരം ഓസ്ട്രേലിയ. രസതന്ത്രത്തിനും സമാധാനത്തിനും നൊബേൽ സമ്മാനം നേടിയ വ്യക്തി ആര്? രസതന്ത്രത്തിനും സമാധാനത്തിനും നൊബേൽ സമ്മാനം നേടിയ വ്യക്തി ആര്? ഉത്തരം ലിനസ് പോളിംഗ്. ഇന്ത്യൻ കുടുംബാസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ കുടുംബാസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം R.D. കാർവെ. മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രവിശ്യ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രവിശ്യ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ഉത്തരം മുഹമ്മദ് ഇഖ്ബാൽ. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഏറ്റവും കൂടുതൽ സ്ഥിര അംഗങ്ങൾ ഉള്ള വൻകര ഏത്? ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ഏറ്റവും കൂടുതൽ സ്ഥിര അംഗങ്ങൾ ഉള്ള വൻകര ഏത്? ഉത്തരം യൂറോപ്പ്.
വെയിൽസ് രാജകുമാരൻ്റെ ബഹുമതി നിരസിച്ച മലയാള കവി ആര്? വെയിൽസ് രാജകുമാരൻ്റെ ബഹുമതി നിരസിച്ച മലയാള കവി ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. പൊൻകിനുകൾ കാണപ്പെടുന്ന വൻകര ഏത്? പൊൻകിനുകൾ കാണപ്പെടുന്ന വൻകര ഏത്? ഉത്തരം അന്റാർട്ടിക്ക. കൊല്ലപ്പെട്ട വിവരം ടെലിവിഷനിലൂടെ ലോകം അറിഞ്ഞ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര്? കൊല്ലപ്പെട്ട വിവരം ടെലിവിഷനിലൂടെ ലോകം അറിഞ്ഞ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഉത്തരം ജോൺ എഫ് കെന്നഡി. ഡൽഹിക്ക് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഡൽഹിക്ക് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം മൊറാർജി ദേശായി. ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ് ആര്? ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം സാമുവൽ ഹനിമാൻ. ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായ ഏക ബിഷപ്പ് ആര്? ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായ ഏക ബിഷപ്പ് ആര്? ഉത്തരം ജോൺ റിച്ചാർഡ്സൺ. ഇന്ത്യൻ പാർലമെന്റിൽ ഗവൺമെന്റിന്റെ മുഖ്യ വക്താവ് ആര്? ഇന്ത്യൻ പാർലമെന്റിൽ ഗവൺമെന്റിന്റെ മുഖ്യ വക്താവ് ആര്? ഉത്തരം പ്രധാനമന്ത്രി. ഹോളിവുഡ് എന്തിനാണ് പ്രസിദ്ധം? ഹോളിവുഡ് എന്തിനാണ് പ്രസിദ്ധം? ഉത്തരം സിനിമ. ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യൻ നദികളിൽ ഏറ്റവും ജലസമ്പന്നമായത് ഏത്? ഇന്ത്യൻ നദികളിൽ ഏറ്റവും ജലസമ്പന്നമായത് ഏത്? ഉത്തരം ബ്രഹ്മപുത്ര. മുസ്ലിങ്ങൾ എണ്ണത്തിലും ശതമാനാടിസ്ഥാനത്തിലും കൂടുതലുള്ള ജില്ല ഏത്? മുസ്ലിങ്ങൾ എണ്ണത്തിലും ശതമാനാടിസ്ഥാനത്തിലും കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം മലപ്പുറം. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആര്? കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആര്? ഉത്തരം പ്രധാനമന്ത്രി. മുറിവിലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? മുറിവിലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ കെ. ആദിവാസി ഭാഷയിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ സിനിമ ഏത്? ആദിവാസി ഭാഷയിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ സിനിമ ഏത്? ഉത്തരം ഗുഡ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിനു വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിനു വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏത്? ഉത്തരം ചെന്നൈ. ഇന്ത്യയിൽ ഇദംപ്രദമായി ഒരു വനിതയെ നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കിയ നിയമസഭ ഏതായിരുന്നു? ഇന്ത്യയിൽ ഇദംപ്രദമായി ഒരു വനിതയെ നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കിയ നിയമസഭ ഏതായിരുന്നു? ഉത്തരം തിരുവിതാംകൂർ. ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം ഏത്? ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം ഏത്? ഉത്തരം ഡൽഹി. സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ആരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ്? സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ആരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ്? ഉത്തരം ഗവർണർ. ഗ്രേറ്റർ ഹിമാലയ നിരകളുടെ മറ്റൊരു പേര് എന്ത്? ഗ്രേറ്റർ ഹിമാലയ നിരകളുടെ മറ്റൊരു പേര് എന്ത്? ഉത്തരം ഹിമാദ്രി. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം അളക്കുന്ന യൂണിറ്റ് ഏത്? ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം അളക്കുന്ന യൂണിറ്റ് ഏത്? ഉത്തരം കലോറി.
പോപ്പിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത്? ഉത്തരം റോം. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ഡാറാസ് മെയിൽ സ്ഥാപിച്ചത് ആര്? കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ഡാറാസ് മെയിൽ സ്ഥാപിച്ചത് ആര്? ഉത്തരം ജെയിംസ് ഡാറ. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ഏത്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ഏത്? ഉത്തരം കൊഴിഞ്ഞ ഇലകൾ. ടോക്കിയോ ഏത് സമുദ്രതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ടോക്കിയോ ഏത് സമുദ്രതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പസഫിക് സമുദ്രം. പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി ബോംബെ നൽകിയ വർഷം ഏത്? പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി ബോംബെ നൽകിയ വർഷം ഏത്? ഉത്തരം 1661. ചെവി ഉപയോഗിച്ച് ഇരുട്ടിൻ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജീവി ഏത്? ചെവി ഉപയോഗിച്ച് ഇരുട്ടിൻ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജീവി ഏത്? ഉത്തരം വവ്വാൽ. ടാക്സ് എന്ന കമ്പനിയുടെ ചിഹ്നം ഏത്? ടാക്സ് എന്ന കമ്പനിയുടെ ചിഹ്നം ഏത്? ഉത്തരം പൊൻഗിൻ. ചെസ് കളിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത്? ചെസ് കളിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത്? ഉത്തരം റഷ്യ. ഏതു രാജ്യത്തു നിന്നാണ് മോണ്ടിനെഗ്രോ സ്വാതന്ത്ര്യം നേടിയത്? ഏതു രാജ്യത്തു നിന്നാണ് മോണ്ടിനെഗ്രോ സ്വാതന്ത്ര്യം നേടിയത്? ഉത്തരം സെർബിയ. ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരൊക്കെ? ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരൊക്കെ? ഉത്തരം കരംചന്ദ് ഗാന്ധിയും പുത്ലിബായിയും. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ഉത്തരം മെർക്കുറി. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര മിനിറ്റ് വേണം? സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര മിനിറ്റ് വേണം? ഉത്തരം 8 മിനിറ്റ്. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏത്? സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏത്? ഉത്തരം ബുധൻ. ഹൈഡ്രജനെ കൂടാതെ സൂര്യനിൽ ഉള്ള ഒരു പ്രധാന വാതകം ഏതാണ്? ഹൈഡ്രജനെ കൂടാതെ സൂര്യനിൽ ഉള്ള ഒരു പ്രധാന വാതകം ഏതാണ്? ഉത്തരം ഹീലിയം. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏവ? സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏവ? ഉത്തരം മെർക്കുറി, വീനസ്. സൂര്യഗ്രഹണത്തിനു തൊട്ടു മുമ്പായി ചക്രവാളത്തിൽ കാണുന്ന പ്രകാശമുത്തുകളുടെ മാല പോലുള്ള പ്രതിഭാസം ഏത്? സൂര്യഗ്രഹണത്തിനു തൊട്ടു മുമ്പായി ചക്രവാളത്തിൽ കാണുന്ന പ്രകാശമുത്തുകളുടെ മാല പോലുള്ള പ്രതിഭാസം ഏത്? ഉത്തരം ബെയ്ലീസ് ബീഡ്സ്. സൗരയൂഥത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമെന്ന് ശാസ്ത്രം കരുതുന്ന ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ് ആര്? സൗരയൂഥത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമെന്ന് ശാസ്ത്രം കരുതുന്ന ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ജോർജ് ഗാമേ. സൂര്യൻ്റെ ഉപരിതലത്തിലെ തിളക്കമേറിയ ഭാഗങ്ങൾക്കുള്ള പേര് എന്ത്? സൂര്യൻ്റെ ഉപരിതലത്തിലെ തിളക്കമേറിയ ഭാഗങ്ങൾക്കുള്ള പേര് എന്ത്? ഉത്തരം ഫക്കൗലി. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്.
ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? ഉത്തരം നൈട്രജൻ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ദിവസം ഏത്? സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ദിവസം ഏത്? ഉത്തരം ജനുവരി 3. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ്? പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ്? ഉത്തരം ഹൈഡ്ര. ഭൂമിയെ ചുറ്റാൻ ചന്ദ്രൻ എത്ര സമയം എടുക്കും? ഭൂമിയെ ചുറ്റാൻ ചന്ദ്രൻ എത്ര സമയം എടുക്കും? ഉത്തരം 27 ദിവസം. ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയിരിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തിനു പറയുന്ന പേര് എന്ത്? സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയിരിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തിനു പറയുന്ന പേര് എന്ത്? ഉത്തരം അഫിലിയോൺ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭ്രമണ കാലയളവുള്ളത് ഏതിന്? സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭ്രമണ കാലയളവുള്ളത് ഏതിന്? ഉത്തരം ശുക്രൻ. ഏത് നക്ഷത്രത്തെ ചൂണ്ടിയാണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നത്? ഏതു നക്ഷത്രത്തെ ചൂണ്ടിയാണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നത്? ഉത്തരം ധ്രുവ നക്ഷത്രം. അന്തരീക്ഷത്തിലെ ഓസോൺ പാളി എന്തിൽ നിന്നാണ് ഭൂമിയെ രക്ഷിക്കുന്നത്? അന്തരീക്ഷത്തിലെ ഓസോൺ പാളി എന്തിൽ നിന്നാണ് ഭൂമിയെ രക്ഷിക്കുന്നത്? ഉത്തരം അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന്. സൂര്യൻ്റെ 70% ഏത് വാതകമാണ്? സൂര്യൻ്റെ 70% ഏത് വാതകമാണ്? ഉത്തരം ഹൈഡ്രജൻ. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഹരിക്കെയിൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? ഉത്തരം NW3. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? ഉത്തരം സൗദി അറേബ്യ. ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് എന്ത്? ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് എന്ത്? ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ഉത്തരം രക്തം. മനുഷ്യ ശരീരത്തിൽ ഉപചായ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തിൽ ഉപചായ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? ഉത്തരം കരൾ. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഉത്തരം മിഠായി.
ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട ദിനം ഏതാണ്? ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഉത്തരം ആഗസ്റ്റ് 23. അപ്പുകിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അപ്പുകിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? ഉത്തരം സാഞ്ചി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ്.കെ. പൊറ്റക്കാടിൻ്റെ രചന ഏതാണ്? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ്.കെ. പൊറ്റക്കാടിൻ്റെ രചന ഏതാണ്? ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആര്? വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആര്? ഉത്തരം സംസ്ഥാനത്തിലെ ഗവർണർ. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്ന വർഷം ഏത്? ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 2012. പെൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നുപോകുന്നത്? പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നുപോകുന്നത്? ഉത്തരം ഗ്രീൻവിച്ച്. ഉത്തരായനരേഖ കടന്നുപോകാത്ത സംസ്ഥാനം ഏത്? ഉത്തരായനരേഖ കടന്നുപോകാത്ത സംസ്ഥാനം ഏത്? ഉത്തരം ഒഡീഷ. എൽ നിഞ്ഞോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? എൽ നിഞ്ഞോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഉത്തരം തെക്കേ അമേരിക്ക. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേര് എന്താണ്? വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേര് എന്താണ്? ഉത്തരം ലൂ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശ്ശൂർ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്ത്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം മഴക്കാടുകൾ. മേൽക്കുര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? മേൽക്കുര മഴവെള്ളം ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്? മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്? ഉത്തരം മിൽപ്പ. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്ന്? 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്ന്? ഉത്തരം 1937. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ഏത് സമരത്തിലാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ഏത് സമരത്തിലാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏവ? 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏവ? ഉത്തരം പാലക്കാട്, ചേലക്കര. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം റഷ്യ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം പള്ളിവാസൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ഉത്തരം വയനാട്. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പറമ്പിക്കുളം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ഏത്? കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ഏത്? ഉത്തരം 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആര്? ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. പരന്തീസുകാർ എന്നറിയപ്പെട്ടിരുന്നത് ആര്? പരന്തീസുകാർ എന്നറിയപ്പെട്ടിരുന്നത് ആര്? ഉത്തരം ഫ്രഞ്ചുകാർ. യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര്? യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര്? ഉത്തരം വാസ്കോ ഡ ഗാമ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏത്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏത്? ഉത്തരം 1602. പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം ഏത്? വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം ഏത്? ഉത്തരം 1539. കൈതചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? കൈതചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. വാസ്കോ ഡ ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ വന്ന വർഷം ഏത്? വാസ്കോ ഡ ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ വന്ന വർഷം ഏത്? ഉത്തരം 1524.
വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഗോവ. ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികൾ ആര്? ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികൾ ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് ആര്? കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് ആര്? ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് ആര്? ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് ആര്? ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാർ ആര്? ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാർ ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏത്? ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏത്? ഉത്തരം മാനുവൽ കോട്ട. മാനുവൽ കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആര്? മാനുവൽ കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആര്? ഉത്തരം അൽബുക്കർക്ക്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആര്? ഉത്തരം അൽമേഡ. പോർച്ചുഗീസുകാരും സാമൂതിരിയും മിൽക്കണ്ണിൽ സന്ധി ഒപ്പിട്ട വർഷം ഏത്? പോർച്ചുഗീസുകാരും സാമൂതിരിയും മിൽക്കണ്ണിൽ സന്ധി ഒപ്പിട്ട വർഷം ഏത്? ഉത്തരം 1513. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ആരിൽ നിന്നാണ്? പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ആരിൽ നിന്നാണ്? ഉത്തരം ബിജാപ്പൂർ സുൽത്താനിൽ നിന്ന്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആര്? ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആര്? ഉത്തരം അൽബുക്കർക്ക്. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? ഉത്തരം പോർച്ചുഗീസുകാർ. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി ഏത്? ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി ഏത്? ഉത്തരം മസൂലിപട്ടണം. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആര്? ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആര്? ഉത്തരം ഡച്ചുകാർ. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്ത വർഷം ഏത്? ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്ത വർഷം ഏത്? ഉത്തരം 1663. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏതായിരുന്നു? ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏതായിരുന്നു? ഉത്തരം ഇന്തോനേഷ്യ. ഡാനിഷ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്ന്? ഡാനിഷ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്ന്? ഉത്തരം 1616. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഫ്രാങ്കോയി മാർട്ടിൻ. 1868 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെ? 1868 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഉത്തരം സൂറത്തിൽ. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? ഉത്തരം മാഹി. ഇന്ത്യയിൽ പോർച്ചുഗീസ് ചരിത്രം
രേഖപ്പെടുത്തിയ വ്യക്തി ആര്? ഇന്ത്യയിൽ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആര്? ഉത്തരം ജെയിംസ് കൊറിയ. വാണ്ടിവാഷ് യുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധി ഏത്? വാണ്ടിവാഷ് യുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധി ഏത്? ഉത്തരം പാരീസ് ഉടമ്പടി. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി ഏത്? ഉത്തരം മാനുവൽ കോട്ട. ആധുനിക ഇന്ത്യാ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം യൂറോപ്യന്മാരുടെ ആഗമനം. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര്? ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര്? ഉത്തരം അറബികൾ. വെള്ളക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഉത്തരം ബ്രിട്ടീഷുകാർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1500. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം ഏത്? വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം ഏത്? ഉത്തരം ലിസ്ബൺ. വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് എന്ന്? വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് എന്ന്? ഉത്തരം 1498 മെയ് 20. വാസ്കോ ഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരി ആര്? വാസ്കോ ഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരി ആര്? ഉത്തരം കോഴിക്കോട് സാമൂതിരി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി ആരായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം അക്ബർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആര്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആര്? ഉത്തരം ജഹാംഗീർ. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത്? ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത്? ഉത്തരം അഞ്ചുതെങ്ങ്.